നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാള സിനിമാ വ്യവസായത്തെ അർത്ഥപൂർണമാക്കിയ, സമ്പുഷ്ടമാക്കിയ ഒരു സമ്പൂർണ്ണ കുടുംബത്തെയാണ് ഇന്ന് അതിഥികളായി ഞങ്ങൾ JB ജംഗ്ഷനിൽ കൊണ്ടുവരുന്നത്. മറ്റാരുമല്ല, ഓപ്പോളായി മലയാളികൾ ദത്തെടുത്ത മേനക, അതുപോലെ തന്നെ നല്ലൊരു നിർമ്മാതാവായി അല്ലെങ്കിൽ സുഹൃത്തായി മലയാള സിനിമയെ പരിപോഷിപ്പിച്ച സുരേഷ് കുമാർ. ഇവരെ നമുക്ക് JB ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യാം. എന്താ പിന്നെ മേനക ചെയ്ത്? കൈ വരക്കണോ ചേട്ടനെ? എനിക്കൊന്നുമില്ല. നമ്മൾ എത്രയോ ആൾക്കാരെ വിറപ്പിക്കുന്ന ആളാണ് സുരേഷ്. ആ കൈ പിടിച്ചതിൽ 2-3 അർത്ഥങ്ങളുണ്ട്. എന്താ അറിയോ? ഒന്ന്, ചേട്ടാ അതൊന്നും പറഞ്ഞേക്കരുത് കേട്ടോ. 2, ചേട്ടാ പേടിക്കണ്ട, ഞാൻ കൂടെ ഉണ്ട് കേട്ടോ. ഇതിലേതർത്ഥമായിരിക്കും ഉദ്ദേശിച്ചത്? ഞാൻ കൂടെ ഉണ്ട്, കൂടെ ഉണ്ടെന്നുള്ളത്. കൂടെയുള്ള സ്ഥിതിക്ക് എന്തും പറയാവുന്നതാണ് മേനക. എന്താ കാരണം അറിയോ? ഇപ്പം നിങ്ങൾ ഒരു പ്രത്യേക ലെവലിലെത്തി. എന്താ കാരണം വെച്ചാൽ നിങ്ങളുടെ ദീപശിഖ നിങ്ങൾ അടുത്ത തലമുറയ്ക്ക് കൈമാറി. മക്കൾ 2 പേരും പ്രാപ്തരായി സ്വന്തം ജീവിതം നയിക്കാനുള്ള പ്രാഗൽഭ്യമുണ്ട്, കഴിവുണ്ട്, സാവകാശമുണ്ട്. ഒരുപക്ഷെ ഇനി നിങ്ങൾ അറിയപ്പെടാൻ പോകുന്നത് മക്കളുടെ പേരിലായിരിക്കും. ആ സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ, നമ്മുടെ ഈ ദാർശനികന്മാർ പറയാറുണ്ട്, ആ സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ ഉള്ള കാര്യങ്ങളെല്ലാം സത്യസന്ധമായിട്ട് പറയേണ്ട സമയമായി. അങ്ങനാണോ എല്ലാവരും? ആ സ്റ്റേജ് ആയില്ലേ? അല്ല, പിള്ളേരൊക്കെ വളർന്നു വന്നു. ഞാൻ മനസ്സിലാക്കുന്ന സുരേഷിൻ്റെ ഒരു സുഹൃത്താണ്. പക്ഷേ ഞങ്ങളുടെ ഒരു കോമൺ സുഹൃത്ത് പറഞ്ഞ സുരേഷിന് ഇനി കീർത്തിയുടെ ആ സിനിമയിൽ നിന്ന് കിട്ടുന്ന റെമ്യൂണറേഷൻ, രേവതി അവിടുന്ന് പോയി എല്ലാം കൂടി എന്ത് ചെയ്യും, ഞാൻ ആകെ കൂടി വലിയ ബുദ്ധിമുട്ടാകും. ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിലേക്ക് സുരേഷ് എത്തിക്കഴിഞ്ഞിരിക്കും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും സ്വന്തമായിട്ട് അങ്ങ് എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഇപ്പോഴും ഞങ്ങൾ പ്രണയത്തിന്റെ അതേ രൂപത്തിൽ തന്നെയുണ്ട്. ഞങ്ങൾ അങ്ങനെ ഒന്നും എത്തിയിട്ടൊന്നുമില്ല. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞേയില്ലല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതല്ല, ഞങ്ങൾ കല്യാണം കഴിച്ച അതേപോലെ തന്നെ പറഞ്ഞു വരുന്നത് നമ്മൾ പ്രായമായെന്നുള്ളതാണ് പറയുന്നത്. ഞങ്ങൾ ഇപ്പോഴും അവരെ 2 കൊച്ചു കുട്ടികളായിട്ടേ കണക്കാക്കിയിട്ടുള്ളൂ. വലിയ ആളായി ഇനി നമ്മൾ അതാണ് ഇതാണെന്നൊന്നും ചിന്തിക്കുന്നൊന്നുമില്ല. മേനക ഒരു വേദിയിൽ പറഞ്ഞ 2 വാചകം. ഞാൻ വീണ്ടും സിനിമയിലേക്ക് വരുവാണ് 2 വ്യാഴവട്ടക്കാലത്തിന് ശേഷം, 24 വർഷത്തിന് ശേഷം. ഇനി എനിക്ക് സിനിമയിൽ 4-5 വർഷം കൂടി ഞാൻ അഭിനയിക്കുകയുള്ളൂ. എന്താ കാരണം എന്ന് വെച്ചാൽ അപ്പോഴേക്കും എനിക്ക് എൻ്റെ പേരക്കിടാങ്ങളെ നോക്കണം. ഇത് പറഞ്ഞത് ശരിയാണോ? കണ്ടോ? കറക്റ്റ്. അപ്പോൾ ഞാൻ നുണ പറയില്ലാന്ന് മനസ്സിലായില്ലേ? കണ്ടു. അപ്പോൾ 5 വർഷം കഴിയുമ്പോൾ മുത്തശ്ശിയാകാൻ വേണ്ടി കാത്തിരിക്കുന്ന ആകുമെന്ന് സുനിശ്ചിതമായിട്ടുള്ള മേനക പറയണു, ഞങ്ങളിപ്പോഴും ചെറുപ്പക്കാർ തന്നെയാണ് കേട്ടാ. മനസ്സുകൊണ്ട് ഒരു തിരുത്തൽ വന്നല്ലോ സുരേഷ്. അതുകൊണ്ട് ഞാൻ എല്ലാം പഠിച്ചു വെച്ചിരിക്കാൻ മനസ്സിലായല്ലോ. സുരേഷിൻ്റെ അനുമതി ഇല്ലാതെ മേനക എന്തൊക്കെയാണ് പറഞ്ഞതെന്നറിയോ? അതൊക്കെ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. അല്ല, എന്ത് വേണോ പറയാം. എൻ്റെ അകത്ത് നമ്മൾ ചോദിച്ചാൽ അതുപോലെ പറയുകയും ചെയ്യാം. പറയട്ടെ. അപ്പോൾ എന്താണ് മേനക പറഞ്ഞ? പണ്ട് വിവാഹം കഴിച്ച അതേ സ്റ്റാറ്റസിലാണ് നിങ്ങൾ. മനസ്സുകൊണ്ട് ഇപ്പോഴും വളരെ ചെറുപ്പമായിട്ട് വിചാരിക്കുക. അത് ഒരു മനസ്സുകൊണ്ട് മാത്രമല്ല, ഇപ്പോഴും പ്രിയനോട് ഞാൻ പറയാം, യഥാർത്ഥത്തിൽ സുരേഷിനെ വേണമെങ്കിൽ നായകനായിട്ട് വേണമെങ്കിൽ ഒരു സിനിമ എടുക്കാവുന്നതാണ്. വളരെ ഹാൻസമായിട്ട് ഇപ്പോഴും ഉണ്ട് സുരേഷ്. അന്നും ആ ഒരു ഗ്യാങ്ങിൽ ഏറ്റവും ഹാൻസമായിട്ടുള്ള ആൾ സുരേഷ് തന്നെയായിരുന്നു. നല്ല കോംപ്ലിമെൻ്റ്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ല, അന്ന് ഈ സുരേഷിൻ്റെ ഗ്യാങ്ങിനെയും സസൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്ന, അന്ന് ഇവരുടെയൊക്കെ സഹപാഠി എന്ന് പറയാൻ പറ്റില്ല, അന്ന് സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് നന്നായി വിരാജിച്ചിരുന്ന, ഇന്നും മോശക്കാരനല്ലാത്ത ഒരാൾ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞാണെങ്കിൽ വേണമെങ്കിൽ ഒരു അതിഭാവുത്വമാണെന്ന് വേണം വിചാരിച്ചേക്കാം. വരട്ടെ, അയാൾ വരട്ടെ. എന്നാൽ ഞാനായിട്ട് പറഞ്ഞൊന്നും പറഞ്ഞ് വരണ്ട. യൂണിവേഴ്സിറ്റി കോളേജിൽ ഞാൻ പഠിക്കുമ്പോൾ എൻ്റെയും ഒരിടത്താവളം ഇന്ത്യൻ കോഫി ഹൗസ് ആയിരുന്നു. എല്ലാ സായാഹ്നങ്ങളിലും അവിടെ കുടുസായ മുറിയിൽ സിനിമാ ഭ്രാന്തന്മാരുടെ ഒരു സംഘമുണ്ടായിരുന്നു. പ്രിയദർശൻ, മോഹൻലാൽ, സുരേഷ്, അശോകൻ, സനൽ തുടങ്ങിയ സംഘം. അക്കൂട്ടത്തിൽ സിനിമയെക്കുറിച്ച് വളരെ അവധാനതയോടെ പറഞ്ഞിരുന്ന ആളാണ് സുരേഷ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, സുരേഷ് സുന്ദരനാണ്, അതുകൊണ്ട് നാളെ ഒരു നായക നടനായി സുരേഷ് വരുമെന്നാണ്. പക്ഷേ മോഹൻലാൽ സൂപ്പർ താരമായി, പ്രിയദർശൻ സൂപ്പർ സംവിധായകനായി, സൂപ്പർ നിർമ്മാതാവായി മാറാൻ സുരേഷിന് കഴിഞ്ഞെങ്കിലും സുരേഷ് നടനരംഗത്തു നിന്നും സംവിധാന രംഗത്തു നിന്നും വഴിമാറിപ്പോകാനിടയായ കാരണമെന്താണ്? സുരേഷ് ഇത് വലിയൊരു കോംപ്ലിമെൻ്റാണ് കേട്ടോ.
അത് ചെറിയാനുമായിട്ടൊരു മാച്ച് ഫിക്സിംഗ് നടത്തിയാണെന്ന് എനിക്ക് സംശയമില്ല. ഇല്ല ചെറിയാൻ ഫിലിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് പോലെ അറിയാതെ അദ്ദേഹം KSUവിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം വലിയ രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ അന്ന് മുതൽ മേനക പറഞ്ഞ പോലെ മനസ്സുകൊണ്ട് KSUക്കാരൻ തന്നെയാണ്. ആര്? ചെറിയാൻ ഫിലിപ്പ്. അല്ല, അന്ന് നിറഞ്ഞ യൗവനമാണ് ഇന്നും. അതെ, തീർച്ചയായിട്ടും. അപ്പം പുള്ളി അന്ന് അവിടെ ഞങ്ങളുടെ കോഫി ഹൗസിൽ പുള്ളി സ്ഥിരം സന്ദർശകനായിരുന്നു. എനിക്ക് അഭിനയത്തോടൊരു താല്പര്യം ഒന്നുമില്ലായിരുന്നു. പക്ഷേ ഞാൻ തുടങ്ങിയത് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടാണ്. സംവിധാനത്തോട് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു, ഫോട്ടോഗ്രാഫിയോട് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. എനിക്ക് അന്ന് ആ കാലഘട്ടത്തിൽ എൻ്റെ ലൈറ്റമും ക്യാമറ ഉണ്ടായിരുന്നു. അത് വെച്ച് ഞാൻ ഷൂട്ട് ചെയ്തു. ലാലിനെ വരെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും അതെൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോൾ. അല്ലായിരുന്നെങ്കിൽ അതായിരുന്നു ഒരു വലിയൊരു ചരിത്രമായിട്ട് നമുക്കിന്ന് ഹിസ്റ്ററി ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു സാധനം. അത് വേണമെങ്കിൽ നമുക്ക് സ്ക്രീനിൽ പ്ലേ ചെയ്യായിരുന്നു. അത് മോഹൻലാൽ എൻ്റെ വീട്ടിൽ നിന്ന് ലാൽ നടന്നു വരുന്നതും ഒക്കെ ഞാൻ എൻ്റെ ഐറ്റമും ക്യാമറ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. അതായിരിക്കണം ഒരുപക്ഷെ ലാൽ ആദ്യമായിട്ട് ക്യാമറയെ ഫേസ് ചെയ്ത സംഭവം, അതായത് ഒരു മൂവി സംഭവം. അശോകൻ്റെ പടമല്ല, യഥാർത്ഥത്തിൽ സുരേഷിൻ്റെ ക്യാമറയിലാണ് ആദ്യം ലാൽ വന്നത്. അപ്പോൾ അന്ന് അശോകൻ്റെ പടത്തിൽ ലാലിൻ്റെ മുഖത്ത് ക്ലാപ്പടിക്കുന്നത് ഞാനാണ് ആദ്യം. അതെ, അതിൻ്റെ ഐശ്വര്യമാണ് ഇപ്പോൾ കാണുന്നത്. ഇതൊക്കെ ലാലിന് അറിയാലോ അല്ലേ? പിന്നെ അല്ല, ഞാനും ലാലുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ 5ാം ക്ലാസ് മുതൽ. ഇപ്പം മോഹൻലാലിൻ്റെ സുരേഷ് പറഞ്ഞതെന്ന് വെച്ചാൽ അന്ന് ഒരുപക്ഷെ നിർമ്മാണത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സംവിധാന കലയിൽ ഒരു പ്രാഗൽഭ്യം നേടാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്ന സുരേഷ് പിന്നെ എപ്പോഴാണ് ഒന്ന് ഡിവൈഡ് അത് ഇവരെല്ലാം കൂടെ കൊണ്ട് തന്നെ എന്നെ ഒരു നിർമ്മാതാവായിട്ട് കൊണ്ട് ചാടിച്ചതാണ്. അല്ലായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ സംവിധാനം ഇങ്ങനെയുള്ള സുഹൃത്തുക്കളുണ്ട്, പിന്നെ ശത്രുക്കളുടെ ആവശ്യമില്ല. അല്ല, ശരിക്കും ഇപ്പം പ്രിയനും അശോകും എല്ലാം കൂടെ അടുത്തൊരു പടം ചെയ്യണം എന്ന് പറഞ്ഞ ഒരു സിനിമ, തമിഴ് സിനിമ, കരയിൽ തൊടാതെ ഇലകൾ എന്നാണ് അതിൻ്റെ പേരിട്ടത്. പ്രിയൻ തന്നെ സ്ക്രിപ്റ്റ് ചെയ്തു. അത് കരയിലും തൊട്ടില്ല, വെള്ളത്തിലും തൊട്ടില്ല, അല്ല കടലിലായി പോയോ. അപ്പം പ്രിയന് വിജയനെ വെച്ച് ചെയ്ത. അതെ. അപ്പം ആ സിനിമ ചെയ്യാനായിട്ട് അന്ന് മേനകയായിരുന്നു ഹീറോയിൻ. അല്ല, അത് ഒരു കണക്കിന് അത് മേനകയെ നായികയാക്കി സിനിമ ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടല്ലേ പോയത്. അങ്ങനെ ഒരു ആഗ്രഹമില്ലായിരുന്നു. ഞാനും പ്രിയനും കൂടാണ് പോകുന്നത് അഡ്വാൻസ് കൊടുക്കാനായിട്ട്. അന്ന് പ്രിയൻ്റെ കൂടെ എനിക്കൊക്കെ അറിയാം, പ്രിയനോട് ആ കഥ മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ സുരേഷ് നീ വിചാരിക്കുന്ന പോലെ അത്ര വരെ നിഷ്കളങ്കനൊന്നും അല്ല. അന്ന് ഈ പിന്നെ നായികയെ ബുക്ക് ചെയ്യാനെന്നും പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ട് പോയി. പക്ഷെ അവൻ്റെ മനസ്സിലിരുന്ന കള്ളത്തരം എനിക്ക് അന്നറിയില്ലായിരുന്നു. അവൻ അവിടെ ഇരുന്നിട്ട് അപ്പോൾ മേനകയുടെ അമ്മയോ അച്ഛനോ പറഞ്ഞു, ഞാൻ സത്യം പറഞ്ഞുതരാം, അച്ഛനോ പറഞ്ഞു മോൾക്ക് സുഖമില്ലാതെ കിടക്കാന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും അവന്റെ കണ്ണ് അവിടെ എത്തി. പറഞ്ഞു പിങ്ക് കളർ നൈറ്റ് ഇട്ടോണ്ട് നീ പോവായിരുന്നു, നിന്നെ ഒന്ന് കാണണം എന്ന് വിചാരിച്ചു, പക്ഷെ നിന്നെ നീ വിളി വിട്ടില്ല എന്ന് പറഞ്ഞു. അല്ലല്ലാന്ന് പറഞ്ഞില്ല, പിങ്ക് കളർ നൈറ്റ് ഇട്ടോണ്ട് അല്ല, നൈറ്റ് ഇട്ടതൊക്കെ ശരി. പിങ്ക് കളർ നൈറ്റ് മാത്രമല്ല, ഇപ്പോഴും ഓർക്കുന്ന എങ്ങനെയാണ് പറഞ്ഞു. മാത്രമല്ല പിങ്ക് കളർ നൈറ്റി മാത്രമല്ല മേനക, പിങ്ക് ഷിഫോൺ നൈറ്റി. അങ്ങനെയൊന്നും സുരേഷ് ആൾക്കാരെ പറ്റിക്കാൻ പറ്റില്ല. എന്നോട് പ്രിയം പറഞ്ഞു, ഇവന്റെ മനസ്സിൽ അങ്ങനെ ഒരു അജണ്ട ഉള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. പിന്നീടാണ് പയ്യാണ് അവന്റെ മനസ്സിലെ കള്ളത്തരം എനിക്ക് പറഞ്ഞത്. അങ്ങനെ അപ്പോഴൊന്നും പ്രണയമോ കാര്യങ്ങളോ ഒന്നുമില്ല. പ്രണയമല്ല, പക്ഷെ കണ്ണെങ്ങനെ അവിടെ കട്ടിലെത്തി, അതാണ് അല്ലല്ല, പൊതുവെ അങ്ങനത്തെ സ്വഭാവമുള്ള ആളായിരിക്കും. എന്നെ നല്ല പലരെയും അങ്ങനെ നോക്കുന്ന ആളായിരിക്കും. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞു. അല്ല, ഒരു അനുഭവമാണ് ഗുരു. മേനകയുടെ അനുഭവം വെച്ചിട്ടാണ് മേനക പറയുന്നതെങ്കിൽ അത് നമ്മൾ അതിന് കൊടുക്കേണ്ടത്. അല്ല, എനിക്ക് പല കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇതിൽ കൂടെ അല്ലേ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ എന്നോട് ചോദിക്കാൻ പറഞ്ഞ 3-4 ചോദ്യങ്ങളുണ്ട്, അത് ചോദിക്കണോ ഇപ്പം? പിന്നെ ചോദിച്ചാൽ പോരെ? ഓക്കെ, ശരി. അവിടെ എത്തുന്നു. പിന്നെ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പ്രിയനെ കൂട്ടിയിട്ട് മേനകയുടെ വീട്ടിൽ ചെല്ലുന്നു. അന്നൊന്നും മേനക എന്നുള്ള പെൺകുട്ടി സുരേഷിന്റെ മനസ്സിലേക്ക് വരുന്നില്ല. അന്ന് ആകെയുള്ളത് ആ സിനിമ ചെയ്യാന്നുള്ളത്. നമുക്ക് അന്ന് ഒരു സിനിമ ചെയ്യാന്നുള്ള ആഗ്രഹവും പിന്നെ ആ ഷിഫോണിന്റെ നൈറ്റി അല്ലേ, ഇതല്ലേ രണ്ടും പിങ്ക് നൈറ്റി. ഓക്കെ, റൈറ്റ്. പിന്നെ ആ സിനിമ പറ്റിപ്പോയത് ഞങ്ങൾ അതിൻ്റെ റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞു. അതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുന്ന സമയമായപ്പോഴത്തേക്ക് എൻ്റെ ഒരു ഫൈനാൻസർ ഉണ്ടായിരുന്നു. അയാൾ ഫൈനാൻസ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസയൊക്കെ വഴിയിലായി, കൊടുത്തു, എല്ലാം പോയി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ വഴിയാധാരമായെന്നാണ് കറക്റ്റ് പറയാൻ പറ്റുന്ന വാക്ക്. അങ്ങനെ സ്വാമീസ് ലോഡ്ജിൽ താമസിക്കുമ്പം എനിക്ക് വീണ്ടും ഈ ഫൈനാൻസർ വന്നിട്ട് എന്നെ വിളിച്ചുകൊണ്ടൊരു ലൊക്കേഷൻ കാണാൻ പോയിട്ട് ഒരു വണ്ടി ആക്സിഡൻ്റ് ആവുന്നു. അതോടെ നമ്മൾ തകർന്നു പോയി. ഞാൻ റോഡിലൊക്കെ തെറിച്ച് വീണ് ആ പ്രശ്നമായി. തിരിച്ച് ഞാൻ ഇവിടെ വന്നിട്ട് അമ്മയെ വിളിച്ചിട്ട് ഫോണിൽ കൂടെ കരയുകയാണ്. എനിക്കിനി ഇവിടെ നിൽക്കാനൊക്കില്ല മറ്റേ. അപ്പോൾ അമ്മ പറഞ്ഞു, അവിടെ നിൽക്കുകയേ വേണ്ട, ഇങ്ങനെ തിരിച്ചു പോരെന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മാവനെ വിളിച്ച് പറഞ്ഞിട്ട് എൻ്റെ ടിക്കറ്റ് എടുത്ത് ഇങ്ങനെ കയറി ഇങ്ങനെ പോരുക.
പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ധൈര്യം പകർന്നത് എൻ്റെ അച്ഛനാണ്. അച്ഛൻ ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അച്ഛനെ അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് ഇമോഷണലായി. പൊട്ടിക്കറിഞ്ഞ് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ തനി തിരുവനന്തപുരം ഭാഷ, നീ കിടന്ന് മോങ്ങാതെടാ എന്നാണ് അച്ഛൻ പറഞ്ഞത്. ഈ പൈസ പോയെങ്കിൽ പൈസ ഉണ്ടായി. അച്ഛൻ്റെ പൈസയും കൊണ്ട് കളഞ്ഞു, എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ പൈസയും കൊണ്ട് കളഞ്ഞു, വീട്ടിൽ ചേച്ചിയുടെ മാലയൊക്കെ കൊണ്ട് ഞാൻ പണയം വെച്ചു, അതിൻ്റെ കാശൊക്കെ പോയി. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു മനസ്സിലൊരു ഗിൽറ്റാണ്. പക്ഷെ പിന്നെ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു അന്ന് അച്ഛൻ പറഞ്ഞ ആ ഒരു സംഭവമാണ് പിന്നെ നമുക്ക് പിൽക്കാലത്ത് ഒരു ധൈര്യം. സുരേഷിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട അസറ്റുകളിലൊന്ന് ഓഫ് കോഴ്സ് ഒരു വളരെ വലിയ അസറ്റാണ് മേനക, പിള്ളേർ, അതൊന്നും നമുക്ക് മാറ്റമില്ല. പക്ഷേ ആദ്യകാലത്തെ ഒരു ഊർജത്തിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് അച്ഛൻ, അമ്മ, സുഹൃത്തുക്കളാണ്. അതെ, സുഹൃത്തുക്കളുമായിട്ട് പിണങ്ങി ഒരുപാട് ഉഡായിപ്പുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും ഉഡായിപ്പുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഉഡായിപ്പുകളുടെ രാജാക്കന്മാരായിരുന്നു. അതിലൊരു രാജാവിനെ ഞാൻ കൊണ്ടുവരാം അവിടെ. നമ്മൾ പണ്ട് ഒരുമിച്ച് സുരേഷ് എന്നെ ട്യൂഷൻ പഠിപ്പിച്ച് ഓർക്കുന്നുണ്ടോ? അതുകൊണ്ടോ? ബുക്ക് മൂന്നായിട്ട് വലിച്ചു കീറി തന്ന് സുരേഷ് പഠിപ്പിക്കും, ഞാൻ കിടന്നുറങ്ങും. പിറ്റേ ദിവസം നമ്മൾ ഒരുമിച്ച് എക്സാം എഴുതാൻ പോയ കാര്യങ്ങൾ ഓർക്കുന്നുണ്ടോയെന്നറിയില്ല. പിന്നെയുള്ള സുരേഷ് നമ്മുടെ കമ്പൈൻ സ്റ്റഡി ആയിട്ട് ലാലിൻ്റെ വീടിൻ്റെ വീടിന് കമ്പൈൻ സ്റ്റഡി പഠിക്കുമ്പം ലാൽ ചാടി ഓടിപ്പോകുന്ന ഒരു ഓർമ്മയുണ്ട്. അതൊക്കെ ഓർക്കുന്നുണ്ടോ സുരേഷ് ഇപ്പം? അശോകൻ അതിനുശേഷം വേറെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. എന്നോട് പറഞ്ഞു, ബ്രിട്ടാസ് ഇതൊക്കെ അൺപാർലമെന്ററി ആണെന്ന് ആൾക്കാർ പറയും, അതുകൊണ്ട് ഞാനത് വെട്ടിക്കളയാന്ന്. വേറെ കുറേ കാര്യങ്ങൾ കൂടി അശോകൻ പറഞ്ഞു. പക്ഷെ ഇപ്പം മേനകയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇവന്റെ പഴയ ഇദ്ദേഹത്തിന്റെ എല്ലാ ഡയറിയും ഞാൻ വായിച്ചിട്ടുള്ളതാണ്. ആണോ? ആ ഡയറിയിൽ മേനകയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന 3-4 കാര്യങ്ങൾ പറഞ്ഞു. ആരെങ്കിലും എന്തെങ്കിലും രഹസ്യം ഉണ്ടെങ്കിൽ ഈ ഡയറിയിൽ എഴുതി വെക്കുമോ? അതുകൊണ്ടല്ലേ ധൈര്യമായിട്ട് തന്നത് എന്റെ കയ്യില്. എന്റെ വീട്ടിലെ ഡയറി ഞാൻ എടുത്തു വെച്ചിട്ട് എന്റെ ഭാര്യയ്ക്ക് വായിച്ചോളൂ എന്ന് പറയുമ്പോഴേ അതിനകത്ത് സത്യസന്ധമായിട്ട് എഴുതിയിട്ടില്ല പുള്ളി. അത് മാത്രമല്ല, അത് മേനകനെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇത്രയേ ഉള്ളൂ, ഞാൻ ഇത്തരക്കാരനാണ് എന്നുള്ള ഒരു ഫോൾസ് ഇംപ്രഷൻ നൽകാൻ വേണ്ടിയിട്ടാണ് ആ ഡയറി എന്ന്. പക്ഷേ എവിടെയൊക്കെ വായി നോക്കി നടന്നു, ആരെങ്കിലും കുളിക്കുന്ന സ്ഥലത്തേക്ക് പോയി നിന്ന് അവിടെ നിന്നിട്ടുള്ളത്, പിന്നെ ആരോ എന്തോ പറഞ്ഞപ്പോഴേക്കും അവർ ചീത്ത പറഞ്ഞത്, ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. അത് അശോക് പറഞ്ഞു, എവിടെ കുളിസീനുണ്ടെങ്കിലും അവിടെ സുരേഷ് അവിടെ ഉണ്ടാകും. അവനെ ഒന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുവരാപ്പെട്ട പാട്. അത് ശരിയാണ്. ഞാൻ പറയാം, അക്കരെ നിന്നൊരു മാരൻ ഷൂട്ടിംഗ് സമയത്തേക്ക് അപ്പൊ ഞങ്ങളൊക്കെ കല്യാണം കഴിക്കാനൊക്കെ തീരുമാനിച്ച സമയത്താണ്. അപ്പൊ ഒരു എന്തോ സുരേഷ് ഏട്ടാ വണ്ടിയുടെ പേര് ട്രക്കറാ. ഏത് വണ്ടിയായെന്താ? അതല്ല, അതിന് ക്ലോസ് ഇതില്ല, കവറില്ല. അതിനകത്ത് കയറി സുരേഷ് ഏട്ടൻ വണ്ടി ഓടിക്കുന്നു, ഞാൻ അടുത്തുണ്ട്, രാജു ഏട്ടൻ, മുകേഷ്, പിന്നെ ജഗദീഷ്, ഇങ്ങനെ സുകുമാർ ചേച്ചി, എല്ലാവരും ഉണ്ട്, വേണിച്ചേട്ടൻ, എല്ലാവരും ഉണ്ട്. എല്ലാവരും കൊണ്ടാണ് വണ്ടി പോകുന്നത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ. അപ്പോൾ കറക്റ്റ് നമ്മൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് ടൈമിംഗ് കീപ്പപ്പ് ചെയ്ത് ഓടി വരാം. ആ വണ്ടി പോകുമ്പോൾ ഭാരതപ്പുഴയുടെ അതല്ലേ അതിൽ കൂടെ പോകുമ്പോൾ വണ്ടി ഇങ്ങനെ പോവുള്ളൂ. ചേട്ടൻ പോവട്ടെ, നേരത്തെ എത്തണ്ടേ, ഇതാ അവിടെ ആരോ കുളിക്കുന്നുണ്ട്, ഇവിടെ ആരോ കുളിക്കുന്നുണ്ട്, ഇതൊക്കെ കണ്ട് രസിച്ച് പോവാന്നേ, അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണെന്നോ. പ്രൊഡ്യൂസറാണ് കേട്ടോ, പടത്തിന്റെ പ്രൊഡ്യൂസർ എങ്ങനെ പറയുമ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാം. ഒരുപക്ഷെ സുരേഷ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് കേരളത്തിൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള തുറസായിട്ടുള്ള കുളികൾ അവസാനിച്ചു എന്നുള്ളതായിരിക്കും. സുരേഷ് ഭാര്യയ്ക്ക് പോലും ഇത് പിടികിട്ടിയിരുന്നു. ഇതൊക്കെ നമ്മൾ ഈ അന്നത്തെ പ്രായം അറിയാമല്ലോ. അന്നത്തെ പ്രായം ഇന്നത്തെ പ്രായത്തിന് മോശമൊന്നുമില്ലല്ലോ. അല്ല, അന്നത്തെ പ്രായത്തിൽ അതിന് ഞങ്ങൾ രാവിലെ അതൊരു വലിയ രസമായിട്ടുള്ള ഒരു ഷൂട്ടിംഗ് ആണ്. അപ്പോൾ ഇന്നസെന്റ് ഏട്ടൻ ഇത്രയും പേരെ ഒരു ട്രക്കറിൽ, ഇന്നാണെങ്കിൽ ഓരോരുത്തർ ഓരോ കാറിൽ പോണ സമയത്ത് ഞങ്ങളൊരു 8-10 പേരാണ്. ഞാൻ ട്രക്കർ ഓടിക്കും. ഈ ഇത്രയും ആർട്ടിസ്റ്റുകൾ ഒരു ട്രക്കറിനകത്താണ്. ഞങ്ങൾ ചെറുതുരുത്തി ഗസ്റ്റ് ഹൗസിൽ നിന്ന് പാമ്പാടി വരെ, അതായത് തിരുവല്ലാമല വരെ ഞാനാണ് രാവിലെ വണ്ടി ഓടിക്കുന്നത്. 6 മണിക്ക് ഇറങ്ങും. അപ്പോൾ ഈ 6 മണിക്ക് ഇറങ്ങുമ്പോഴാണ് ഞങ്ങൾക്ക് എൻ്റെ കൂടെ ഇരിക്കുന്ന ആൾക്കാരെ അറിയാമല്ലോ, മുകേഷ്, മണിയമ്പിള്ള, ഇവരൊക്കെ അറിയാമല്ലോ. അപ്പൊ ഈ സ്ഥലത്ത് ഇവരെയൊക്കെ അറിയാമെന്ന് പറഞ്ഞത് ചിരിച്ചെന്തിനാ? അല്ലല്ല, അല്ല എന്നെക്കാട്ടിലും കുരുത്തക്കേടുള്ളവരാണ്. അതായത് സുരേഷ് BA എടുത്തിട്ടുണ്ടെങ്കിൽ അവർ MA കഴിഞ്ഞ് PhD അല്ലേ? വെരി ഗുഡ്. അപ്പം ഞങ്ങൾ പോകുമ്പോൾ ഒരു പർട്ടിക്കുലർ സ്ഥലത്തെത്തുമ്പോൾ ഇവര് തന്നെ പറയും സ്ലോ ഡൗൺ ചെയ്യാം. അതിനൊരു സിഗ്നൽ ഉണ്ട്. അപ്പൊ നമുക്കറിയാം, അതൊക്കെ നമുക്കൊരു തമാശയല്ലേ. അതില്ലെങ്കിൽ പിന്നെ എന്താണ് ജീവിതം? കറക്റ്റ് സുരേഷ്. ഒരു പക്ഷേ ആ ഒരു ഞാൻ മാത്രമല്ല അത് എൻജോയ് ചെയ്ത് സുകുമാരി ചേച്ചിയും കൂടെയാണ്.
സുമാരി ചേച്ചിയും പറയും അതാണ് ചേച്ചിയാണ്. സുമാരി ചേച്ചി പറയും അവിടെ വരെ കുളിസീരിന് ഇല്ല, സാധ്യതയുണ്ട്. ഇവരെല്ലാരും ഇങ്ങോട്ടാണ് ബിക്കോസ് അങ്ങനെ ഒരു സെറ്റ് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അത്രയും അല്ല നമ്മളെപ്പോഴും സിനിമ ചെയ്യുന്ന വളരെ ഒരു ജോവിയൽ റൈഡ്. ഞാൻ പൊതുവേ എത്രയോ ഷൂട്ടിങ്ങിൽ വർക്ക് ചെയ്താലും സുരേഷ് ഏട്ടൻ്റെ സെറ്റ് പോലെ എത്ര എൻജോയ് ചെയ്ത് വർക്ക് ചെയ്ത് വേറെ എവിടെയും കാണത്തില്ല. അത്രയും വളരെ ജോളിയാണ്. ആരോ പറഞ്ഞാൽ ഏറ്റവും ദുഷ്കരമായിട്ടുള്ള ജോലി ചെയ്തു തീർക്കാം ഒരു സൗഹൃദ അന്തരീക്ഷം ഉണ്ടെങ്കിൽ. സൗഹൃദമാണ് ഒരുപക്ഷെ ഏറ്റവും വളരെ എന്താ പറയുക ഇമ്പോസിബിൾ ടാസ്ക് എന്ന് പറയുന്നതിനെ പോലും സർമൗണ്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കും. സുരേഷിന്റെ കൂടെ അന്ന് കുറച്ച് കുരുത്തക്കേട് ചെയ്ത വേറൊരാളെ കൊണ്ടുവരാം. ഹായ് സുരേഷ്. വളരെ വേണ്ടപ്പെട്ട ആളാണ് സുരേഷൻ. ഞാനുമായിട്ട് ഒരുപാട് സിനിമകൾ നമ്മൾ തമ്മിൽ വിവാഹപരമായിട്ടുള്ള ബന്ധത്തിന് മുമ്പ് തന്നെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുള്ളതാണ്. എനിക്ക് ഓർമ്മയുള്ള ഒരുപാട് സിനിമകൾ സുരേഷുമായിട്ട് ഉണ്ട്. അങ്ങനെ ഒരു സിനിമയായിരുന്നു ലവ് ഇൻ സിംഗപ്പൂർ എന്ന പ്രേമനസീറിൻ്റെ ഒരു സിനിമ. അത് ഞാനും സുരേഷും പ്രേമനസീറിൻ്റെ ശക്തരായ ഫാൻസായിരുന്നു. അന്ന് ഒരു സെക്കൻഡ് ഷോയ്ക്ക് ഞങ്ങൾ എല്ലാവരും 4 സുഹൃത്തുക്കളുമായിട്ട് ചേർന്ന് ടിക്കറ്റ് കൗണ്ടറിൻ്റെ ആ ഫെൻസിങ് എടുത്തു ചാടി അകത്ത് അവിടെ ക്യൂവിൽ നിന്നവരുടെ തോളിലൂടെ ചാടി ഇറങ്ങി അവരുടെ തെറിയും കേട്ട് തിരിച്ച് നമ്മൾ വേർത്ത് കുളിച്ച് സിനിമാ തിയേറ്ററിനകത്ത് ഓടി കയറുമ്പോൾ അതിലൊരു സുഹൃത്തിൻ്റെ മുണ്ടില്ലായിരുന്നു, നമുക്ക് 4 പേർക്ക് ഷർട്ടില്ലായിരുന്നു. ആ സിനിമ വളരെ സന്തോഷത്തോടുകൂടി പ്രേമനസീറിനെ കണ്ട് ആസ്വദിച്ചവരാണ് നമ്മൾ. സുരേഷ് ആ നിമിഷം ഓർക്കുന്നുണ്ടോ? അന്ന് സുരേഷ് കോളേജിലോട്ട് കയറിയിട്ടേ ഉള്ളൂ. ഞാൻ ശരിക്കും ഇത് അളിയൻ സുരേഷിന്റെ കുടുംബാംഗം കൂടിയാണ്. അതെ, എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടറാണ് അളിയൻ. ഞങ്ങൾ ഒരു അളിയൻ എന്നുള്ള നിലയല്ല, ഞങ്ങൾ ഭയങ്കര അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ ഞങ്ങളിത് ലവ് ഇൻ സിംഗപ്പൂർ എന്ന് പറഞ്ഞ പടം റിലീസ് ചെയ്യുന്നതിൻ്റെ അന്നൊക്കെ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ നസീർ സാറിൻ്റെ പടം റിലീസ് ചെയ്യുന്ന ആദ്യത്തെ ദിവസം കണ്ടില്ലെങ്കിൽ പിന്നെ ഉറക്കം വരില്ല, കിടന്നുറങ്ങാൻ പറ്റില്ല. അപ്പോൾ അതെങ്ങനെയെങ്കിലും കണ്ടിരിക്കും. അത് സെൻട്രൽ തിയേറ്ററിലാണ് ഈ പടം റിലീസ് ചെയ്തത്. അപ്പോൾ ഈ പടം റിലീസ് ചെയ്യുന്നത് അന്ന് ടിക്കറ്റ് ഭയങ്കര തള്ള. അപ്പം നമ്മുടെ യൂഷ്വൽ സ്റ്റൈൽ കോളേജിൽ പഠിക്കുന്ന നമ്മളതായി ഇപ്പോഴത്തെ ഈ ചെറുപ്പക്കാരൊക്കെ ചെയ്യുന്ന പോലെ മോളിൽ കൂടെ ചവിടി കയറി തിരിച്ച് ഞാൻ ഇതിൽ ചെല്ലുമ്പോഴത്തേക്ക് ഈ ഷർട്ട് കംപ്ലീറ്റ് ഇങ്ങനെ നനഞ്ഞ് കുളിച്ച് ഷർട്ട് ഊരി ഇങ്ങനെ പിഴിയായിരുന്നു. അത്രയ്ക്ക് വേർത്തു അതിൻ്റെ അകത്ത്. എന്നിട്ട് ഷർട്ടില്ലാതിരുന്നാണ് ഷർട്ട് ഊരി സൈഡിലിട്ടിട്ടാണ് ഈ സിനിമ കണ്ടത്. അതുപോലെ ഒരിക്കൽ ഞാൻ അയലത്തെ സുന്ദരി എന്ന് പറഞ്ഞ സിനിമ കാണാനായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ ഈ ക്യൂവിൽ നിന്ന് തള്ളുന്നപ്പോൾ ഭയങ്കര തള്ളും. അപ്പം ഫസ്റ്റ് ഷോ മാറ്റ്നി. അപ്പോൾ ഈ ക്യൂ ഇങ്ങനെ പോകും. അപ്പം ഞാൻ ഇത്രയേ ഉള്ളൂ, നിക്കറും ഒക്കെ ഇട്ടൊരു പയ്യൻ. അപ്പം ഈ ക്യൂ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പോവും, പുറകിലോട്ട് വരും. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ ശ്വാസം പിടിച്ചു. അപ്പോൾ എൻ്റെ പുറകിൽ നിന്ന് ഒരാൾ എന്നെ തട്ടിട്ട്, അനിയാ വീട്ടിൽ ബലിയിടാനൊക്കെ ആളുണ്ടാ എന്നുവെച്ചാൽ ആ രീതിയിലുള്ള തള്ളൽ. പക്ഷെ അന്ന് ആ അയലത്തെ സുന്ദരി ഞാൻ കണ്ടിട്ടേ പോയുള്ളൂ. അപ്പോൾ എനിക്ക് ശരിക്കും ഈ സിനിമ എന്ന് പറയുന്നത് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ സുഹൃത്തുണ്ട് രാധാകൃഷ്ണൻ, അപ്പി എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഈ രാധാകൃഷ്ണനുമായിട്ട് എല്ലാ സിനിമ കാണാൻ പോകും. അപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട് നസീർ സാറിനെ വെച്ച് ജീവിതത്തിൽ ഒരു സിനിമ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറയും. പക്ഷേ അത് പിൽക്കാലത്ത് നസീർ സാറുമായിട്ട് എനിക്ക് 3 പടം സഹകരിക്കാൻ കിട്ടിയെങ്കിലും എനിക്ക് ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ നസീർ സാറുമായിട്ട് അവസരം കിട്ടിയാൽ അത് വലിയൊരു ഭാഗ്യമാണ്. എന്ന് വെച്ചാൽ നമ്മൾ 7ാം ക്ലാസ്സിൽ കണ്ട സ്വപ്നം നമ്മൾ പിൽക്കാലത്ത് അത് യാഥാർത്ഥ്യമാണ്. അത് ഞാൻ നസീർ സാറിൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടാക്കാൻ. സുരേഷ്, അതാണ് നിങ്ങൾക്ക് ഒരു അപൂർവമായിട്ടുള്ള ഭാഗ്യമുണ്ട്. കാരണം വെച്ചാൽ 99% ആൾക്കാരും പ്ലാൻ ചെയ്യുന്ന വഴിയിൽ ഒരിക്കലും അവർ എത്താറില്ല. അവർ വഴിമാറിപ്പോവും. അവർ വേണമെങ്കിൽ പോലീസുകാരനാകാൻ ആഗ്രഹം, പക്ഷേ വേണമെങ്കിൽ പള്ളി അച്ഛനായിട്ടായിരിക്കും മാറുക. ഒരിക്കലും പ്ലാനിങ് ഉണ്ട്. പക്ഷെ നിങ്ങളുടെ ആ ഗ്രൂപ്പ് ഒരുപക്ഷെ സിനിമയെ നിങ്ങൾ വരിച്ചു, ആ സിനിമ തന്നെ നിങ്ങളെ പിന്നീട് ഏറ്റെടുത്തു. അത് വലിയൊരു സൗഭാഗ്യമാണ്. ഒരുപാട് കുരുത്തക്കേട് നമ്മൾ ചെയ്തിട്ടുള്ള അശോക് പറഞ്ഞത് ഭയങ്കര രസമുള്ള ഒരു കാര്യമാണ്. അശോക് പറയുന്നത് വെച്ചാൽ ഞങ്ങളങ്ങ് സ്ഥിരമായിട്ട് ഈ കമ്പൈൻ സ്റ്റഡി എന്ന് പറഞ്ഞാൽ കമ്പൈൻ സ്റ്റഡി ഒന്നും അല്ല, അത് പഠിത്തം എന്നുള്ള പേരിൽ പഠിത്തം എന്നുള്ള ഈ അശോകൻ്റെ പരിപാടി ഭയങ്കര രസമാണ്. അശോക് എങ്ങനെയെന്ന് വെച്ചാൽ വന്ന് ഇങ്ങനെ കിടക്കും. അപ്പം ഞാനുണ്ടാവും, ലാല്, നമ്മുടെ പ്രദീപ്, സനൽ എല്ലാവരും ഉണ്ടാവും ഈ ഇതിന് വേണ്ടിയിട്ട് പഠിക്കാൻ. എല്ലാവരും എന്നുള്ള സ്റ്റൈലിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഈ മെയിൻ ജോലി എന്തെന്ന് വെച്ചാൽ ഈ തുണ്ടെഴുതുക എന്ന് പറഞ്ഞൊരു പരിപാടി, കോപ്പി അടിക്കാൻ. തുണ്ടെഴുതലാണ് നിങ്ങൾ വിദഗ്ധന്മാരായിരുന്നു. ഞാൻ ഒറ്റ കാര്യം അതിൻ്റെ അകത്ത് ഞാൻ എൻ്റെ ഇതായിട്ട് ഞാൻ ഇത് പറയുന്നില്ല. എൻ്റെ അച്ഛൻ അധ്യാപകനായിരുന്നു, പ്രൊഫസറായിരുന്നു. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് ഒറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, കോപ്പി അടിക്കരുത്, അത് മാത്രമല്ല കൊണ്ടുവച്ച് എഴുതരുത്, നീ പരീക്ഷ തോറ്റോട്ടെ. പക്ഷെ അച്ഛൻ പറഞ്ഞ പല കാര്യങ്ങളും പിന്നെ ചെയ്തിട്ടില്ലല്ലോ. അപ്പം ഇതാണ് അച്ഛൻ നമ്മുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിന് പോയിട്ടേ ഇല്ല. അതെനിക്ക് വളരെ ഷുവറായിട്ട് അറിയാം. ഞാൻ കോപ്പി അടിക്കാനും പോയിട്ടില്ല, കൊണ്ടുവച്ച് എഴുതാനും പോയിട്ടില്ല. ഈ എൻ്റെ സുഹൃത്തുക്കളെല്ലാം ഇത് കമ്പൈൻ സ്റ്റഡി എന്ന് പറഞ്ഞാൽ തുണ്ടെഴുത്താണ്. മോഹൻലാൽ എങ്ങനെയായിരുന്നു കോപ്പി അടിക്കാൻ?
അത്യാവശ്യം കോപ്പി അടിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. തുണ്ട് വെച്ചോണ്ടിരുന്നു. അതൊക്കെ ഉണ്ട്. അവർ ഈ ബുക്ക് കീറി ഉള്ള ഇതായിരുന്നു. ഇപ്പം ചിലപ്പോൾ അവൻ സമ്മതിക്കില്ലായിരിക്കും. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ അന്ന് എനിക്കിത് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. ഉടായ്പിന്റെ മറ്റു രാജാക്കന്മാരെ കൊണ്ടുവരേണ്ട സമയമായിരിക്കുന്നു. ഞാൻ അതിൽ വേറൊരു രാജാവിനെ കൊണ്ടുവരാം. ആരാധന വേണം ഊഹിച്ചോളൂ. സുരേഷിനെ കുറിച്ച് എനിക്ക് ഓർമ്മ വരുന്ന വളരെ പണ്ട് പ്രിയദർശൻ ഒരു റെക്കമെൻഡേഷനുമായിട്ട് സുരേഷിൻ്റെ അടുത്ത് തന്നു. സുരേഷ് ഇങ്ങനെ നമുക്ക് പാടുന്ന നല്ലൊരു പയ്യനുണ്ട്, അവനെ സുരേഷിൻ്റെ പടത്തിൽ പാടിക്കണം. അന്ന് പ്രിയൻ ഡയറക്ടറായിട്ടില്ല. ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി സുരേഷ് ആദ്യമായിട്ട് എന്നെ സിനിമയെ പാടിച്ചു. എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പാടാൻ അവസരം തരുന്ന ഒരു വ്യക്തിയാണ് സുരേഷ്. അതും ആ പാട്ട് അതിൻ്റെ സംഗീത സംവിധായകൻ ശ്രീ രവീന്ദ്രനാണ്, രവീന്ദ്ര മാസ്റ്ററാണ്. വെള്ളിക്കൊലുസോടെ മഴകെ നിൻഗാനങ്ങളിൽ ഞാനാണ് ആദിതാളം രാഗലോലി എന്നാരാധികേ നീ ദിവ്യരോമാഞ്ചരഞ്ജിനി വെള്ളിക്കൊലുസോടെ കളിയാടും അഴകെ നിൻഗാനങ്ങളിൽ ഞാനാണ് ആദിതാളം. എന്തായാലും സുരേഷിനെ കുറിച്ച് ആൾക്കാർ പറയുമ്പോൾ സുരേഷിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ പലയിടത്തും നന്മകളുണ്ട്. ഇത് ഇഷ്ടപ്പെടുന്നില്ലേ പറഞ്ഞു? അതിലൊന്ന് MG ശ്രീകുമാർ എന്നുള്ള ഒരു ഗായകന് ഒരുപക്ഷെ ജന്മം കൊടുത്ത് ഇൻവെർട്ടർ കോമ സുരേഷാണ്. പ്രിയൻ്റെ റെക്കമെൻഡേഷൻ ആയിരിക്കാം, എങ്കിൽ പോലും വേണമെങ്കിൽ സുരേഷിന് വേണമെങ്കിൽ തട്ടാം. ആരോ പറഞ്ഞ പോലെ ഒരുപാട് ആഗ്രഹങ്ങളുള്ള ആൾക്കാരെ ഒരു കോംപ്രമൈസ് ചെയ്യാൻ നിൽക്കില്ല. അതൊരു കോംപ്രമൈസ് ആയിരുന്നു പറയുന്നത് അല്ലേ? അങ്ങനെ നമ്മൾ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, അത് സക്സസ് ആയിട്ടുണ്ട്. ഇപ്പം ശ്രീകുട്ടൻ്റെ കാര്യമായാലും ഇപ്പം ജഗദീഷ്, മധുപാല്, എന്തിനേറെ പ്രിയൻ പോലും സംവിധായകനാകുന്നത് സുരേഷിൻ്റെ ഒരു നിർബന്ധം കൊണ്ടാണ്. സുരേഷിൻ്റെ സിനിമയിലേക്ക് വരാനുള്ള എല്ലാവിധ സാമൂഹ്യ സാംസ്കാരിക പശ്ചാത്തലം ഉണ്ടായിരുന്നു. പക്ഷെ തിരിച്ച് ഞാൻ പയ്യെ ഒരു ചെറിയൊരു ഡീവിയേഷൻ എടുക്കുകയാണെങ്കിൽ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചിരിക്കുന്നു, അയ്യങ്കാർ, അതിൻ്റെ കൺസർവേറ്റീവ്സും. പക്ഷെ 17ാമത്തെ വയസ്സിൽ മേനക സിനിമയിൽ നായിക പരിവേഷിക്കുന്നു. ഒരു വൈരുദ്ധ്യമുണ്ട്. ഒരുപക്ഷെ സുരേഷിൻ്റെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടിയുള്ള പോക്കായിരുന്നു ആയിരിക്കും ചിലപ്പം അതുപോലെ. കാരണം എൻ്റെ വീട്ടിൽ ഞാനാണ് ആദ്യമായിട്ട് സിനിമയിൽ വരുന്നത്. സിനിമ എന്താണെന്ന് പോലും അറിയാത്ത ഒരു കാലഘട്ടത്തിലാണ്. പിന്നെ അമ്മ ഭയങ്കര സിനിമ പ്രാന്താണ്, ഇതേപോലെയാണ്. ഇവർ മലയാളം മാത്രമേ ഉള്ളൂ, പക്ഷെ അമ്മ ഇന്ത്യയിലുള്ള എല്ലാ സിനിമയുടെ കാര്യങ്ങളും കാണും. അപ്പോൾ അത് അമ്മയ്ക്കൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഓഫർ വന്നപ്പോൾ ദൈവമായിട്ട് തരുന്നതാണ്, നമ്മളത് എന്തുകൊണ്ട് ഒരെണ്ണം ചെയ്യാം, വേണമെങ്കിൽ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു പടം വന്നു, വിയറ്റ്നാമിയുടെ സുന്ദരം സാറിൻ്റെ പടം വന്നു. പക്ഷെ അത് ചെയ്യാൻ പറ്റിയില്ല. അവസാനം 3000 ഹീറോയിനെ നോക്കിയിട്ട് ആരും ശരിയാവാതെ വന്നപ്പോൾ തമിഴിലെ രാമായ വയസ്സിക്ക് വന്നിട്ടാണ് അങ്ങനെ ഒരുപക്ഷെ അത് ശരിയാകാതെ വന്നതുകൊണ്ടാണ് മേനയ്ക്ക് ആ സിനിമയിൽ ഒരു ചാൻസ് കിട്ടി. അഴകപ്പൻ അല്ലേ? അഴകപ്പൻ. ഓക്കെ, അഴകപ്പൻ്റെ സിനിമയിലാണ്. അന്ന് 3000 പേര്, അന്ന് ഒരുപാട് പേര് എനിക്ക് മേനകാൻ പേര് വെച്ചത്. പത്മാവതി മേനകയാകും. അത് പിന്നെ സുരേഷ് പിന്നെ പപ്പി എന്നൊക്കെ ആക്കി അല്ലേ? മാത്രമല്ല സുഹൃത്തുക്കൾ മുഴുവൻ പപ്പി അല്ലേ? മാത്രമല്ല മേനയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ കാരണം അറിയോ? ഭർത്താവിൻ്റെ ഒരു ചുവട് താഴെ ഭാര്യ നിൽക്കാൻ പാടുള്ളൂ. എന്ത് സുരേഷ്, ഇത് എങ്ങനെ ഭാര്യ ഇങ്ങനെ ട്രെയിൻ ചെയ്ത് എടുത്തു വെച്ചിരിക്കുന്നത്? ട്രെയിനിങ് ഒന്നുമില്ല, അല്ല അത് നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പം നമ്മൾ ട്രെയിനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പം നമ്മുടെ കുടുംബത്തിൽ കണ്ടുവരുന്ന രീതിയാണല്ലോ എല്ലാവരും അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും മേനകയുടെ ഒരു കരിയർ നോക്കുകയാണെങ്കിൽ അതിനിടയ്ക്ക് ചില കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടായി അല്ലേ? തമിഴിൽ സാവിത്രി കോൺട്രവേഴ്സിലായി അല്ലേ? കോൺട്രവേഴ്സിക്ക് വരുമ്പോൾ ഇങ്ങനെ മേനക ഇങ്ങനെ ഫേസ് ചെയ്യുന്നത് എനിക്ക് അത് ഫേസ് ചെയ്യാനുള്ള തിരിച്ചറിയാനുള്ള അതുപോലെ എനിക്ക് അറിഞ്ഞു. അന്ന് കോൺട്രവേഴ്സി എന്ന് പറഞ്ഞാൽ പത്രത്തിലല്ലേ വരുന്നുള്ളൂ, ഈ TV ചാനലോ നമുക്കിട്ടൊരു വെപ്പ് വെച്ചാൽ ശരിക്കും അന്നതൊരു വലിയൊരു ഇതായിരുന്നു. അവിടെ ഈ ആൾക്കാരൊക്കെ റോഡിലിറങ്ങി ബ്രാഹ്മണരെല്ലാരും കൂടെ ചേർന്നിട്ട് ഞാൻ അങ്ങനത്തെ പടം അഭിനയിച്ചു എന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിന്റെ മുമ്പിൽ കല്ലെറിയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഭരതൻ സാർ എന്നെ വിളിച്ച് പറഞ്ഞു, മോളെ ഏതെങ്കിലും അറിയാവുന്ന ഒരു റിലേഷൻ്റെ വീട്ടിൽ പോയി നിൽക്കും, നിന്റെ വീട്ടിൽ കല്ലെറി കിട്ടും, അവസാനം പ്രശ്നം വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഭയങ്കര പ്രശ്നമായിരുന്നു.
അപ്പോൾ പടം കണ്ടപ്പോഴേക്കും MGR ചീഫ് മിനിസ്റ്റർ MGRന് അത് കാണണം എന്ന് ഇതായി. അദ്ദേഹം കണ്ടപ്പോൾ പറഞ്ഞു ഇപ്പോൾ രാജാജി ഉണ്ടായിരുന്നെങ്കിൽ ഇതിന് ഒരു വലിയൊരു അവാർഡ് കൊടുത്തേനെ, അത്രയും മനോഹരമായ പടമാണ് എടുത്തത്, അതുകൊണ്ട് ഇതിനെ ചൊല്ലി ആരും ഇനി ഒന്നും പറയരുത് എന്ന് പറഞ്ഞു. അത് തന്നെ അവസാന വാക്കായിരുന്നു. അവസാന വാക്ക്. സിനിമ അങ്ങനെ അദ്ദേഹം എൻ്റെ പടം കാണാനുള്ള ഒരിടം ഉണ്ടായി. ഭാഗ്യമുണ്ടായി. വിവാദം ഇല്ലായിരുന്നെങ്കിൽ മൂപ്പർ കാണില്ലായിരുന്നു. ചെടി വെച്ച് മുന്നേറേണ്ട മേനക ഒരുപക്ഷെ സുരേഷിൻ്റെ ഭാഗ്യം കൊണ്ടായിരിക്കാം മലയാളത്തിലേക്ക് വഴിമാറി. KG ജോർജിൻ്റെ കോലങ്ങളിലേക്കാണ് വന്നതെങ്കിൽ പോലും മലയാളിയുടെ മകളായിട്ട് മേനകയെ അംഗീകരിക്കുന്നത് ഈ സിനിമയിലാണ്. സുരേഷ് എപ്പോഴാണ് നോട്ടോട്ട്? അതൊക്കെ കഴിഞ്ഞിട്ടാണ്. ഒപ്പോൾ കണ്ടപ്പോഴോ? അല്ല, ഒപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ആ കഥാപാത്രം ഇഷ്ടപ്പെട്ടു, അതിൻ്റെ അകത്ത് അഭിനയിച്ച ആളെ ഇഷ്ടപ്പെട്ടു. പക്ഷേ അന്നൊന്നും മനസ്സിൽ ഇങ്ങനത്തെ ചിന്തയൊന്നും ഇല്ലായിരുന്നു. ഒരു ലാഞ്ചനയില്ല. ഇല്ല. അന്നിങ്ങനെ ഈ കുളിസി നോക്കി നടക്കുന്ന പ്രായമായതുകൊണ്ട് ചിലപ്പോൾ അതായിരിക്കും ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടിയില്ല. ഇപ്പൊ പറഞ്ഞു നമ്മൾ കുളിസി നോക്കുന്ന പാർട്ടിയായി. വേറെ പറഞ്ഞു കേട്ടോ, അന്ന് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് വേറെ ഉള്ളത് കൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള അല്ല ഇത് ഞങ്ങൾ തമ്മിൽ കാണുന്നത് ശരിക്കും എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു എന്ന് പറഞ്ഞ പടത്തിന്റെ സെറ്റിൽ വെച്ചിട്ടാണ്. കുളിസീന കണ്ടോ, അതുകൊണ്ടാ. ഈ രംഗമില്ലായിരുന്നെങ്കിൽ ഇല്ല ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുമ്പോഴാണ് കാണുന്നത്. ഞാനും വില്യംസ് എന്ന് പറഞ്ഞ ക്യാമറാമാൻ വില്യേട്ടനും പ്രിയനും എല്ലാം കൂടെ ശങ്കുനെ കാണാനായിട്ട് അവിടെ ചെല്ലുമ്പോഴാണ്. ശങ്കരേട്ടനുള്ള സെറ്റിലെല്ലാം വരും. അത് ശങ്കരേട്ടനെയാണോ എന്നെയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അന്ന് തിരിച്ചറിയാൻ എനിക്ക് അറിഞ്ഞു. അങ്ങനെയാണ് അവിടെ ചെല്ലുമ്പോഴാണ് ശങ്കു പരിചയപ്പെടുത്തി. അപ്പം സുരേഷിൻ്റെ പ്രത്യേകത വെച്ചാൽ സുരേഷ് ഇപ്പം നമ്മളൊക്കെ തമ്മിൽ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് സുരേഷ് വളരെ ഇതായിട്ട്, പക്ഷെ സുരേഷിന് അത്ര പരിചയമില്ലാത്ത സ്ഥലത്താണ് സുരേഷ് വളരെ ഔപചാരികമായിട്ട് നിൽക്കുന്നത്. അതുപോലെയാണ് നിന്നത്. ഹായ് മേനക, എന്നിട്ട് വിശേഷം? അങ്ങനല്ല, വില്യേട്ടൻ്റെ കൂടെ വന്നപ്പോൾ പരിചയപ്പെടുത്തി ഹലോ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ പോക്കറ്റിൽ കൈയിട്ടുണ്ടിരിക്കും, കൈ എടുക്കില്ല, എപ്പോഴും ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഇരുന്ന് എൻ്റെ അടുത്ത് സംസാരിക്കാൻ. അത് കഴിഞ്ഞ ആ ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ ശേഷം ഞങ്ങൾ രതീഷ് ചേട്ടൻ്റെ കല്യാണത്തിന് പോയിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ മൈൻഡ് ചെയ്തില്ല, ഇങ്ങനെ കാണിച്ചെന്ന്. ഞാൻ ഏതോ ഞാൻ മൈൻഡ് ചെയ്തില്ല. അപ്പം എൻ്റെ അടുത്ത് പറയാൻ എത്ര പ്രാവശ്യം ഇങ്ങനെ കൈ കാണിച്ച് മൈൻഡേ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് ഓർമ്മയില്ല. ഈ സിനിമയിലാണ് കാര്യം സീരിയസ് ആയതല്ലേ? അല്ലെങ്കിൽ കളി കാര്യമായത് ആണോ? ആണ്. എന്താണ് വരെ ഒന്നും ആകെ ഒരു വല്ലാതെ പഴയ കാലത്തിലേക്ക് പെട്ടെന്ന് പോയ പോലെ. ദൈവമേ, ഇതിനു മുമ്പ് ശരിക്കും എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു കഴിഞ്ഞിട്ട് എങ്ങനെ നീ മറക്കും, ആ സമയത്താണ് സുകുമാരി ചേച്ചി ഒന്നും കൂടെ ആ പരിചയം പുതുക്കുന്നത് നമ്മളെ. നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഒന്നും കൂടെ ഊട്ടി ഉറപ്പിച്ചു. അല്ല, അന്ന് പരിചയപ്പെടുത്തി. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ എത്ര പ്രാവശ്യം പറഞ്ഞാലും എനിക്ക് ഓർമ്മയിൽ നിന്നില്ല. 2-3 പ്രാവശ്യം പലരും പരിചയപ്പെടുത്തി, രജിസ്റ്റർ ആയില്ല. അപ്പൊ എങ്ങനെ നീ മറക്കും സെറ്റില് മറ്റേ ദേവദാരു പൂത്തിന്റെ ക്ലൈമാക്സ് പാട്ട് നടക്കുമ്പോഴേക്കും സുകുമാരി ചേച്ചി പറഞ്ഞു മോളെ ഇത് പ്രൊഡ്യൂസർ സുരേഷാണ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി. അപ്പോൾ അദ്ദേഹം ശങ്കരേട്ടനെ കാണാനായിട്ട് വന്നിരുന്നു. ഞാൻ എൻ്റെ കണ്ണാടിയിൽ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ എൻ്റെ കണ്ണാടിയിൽ കൂടെ, അതാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യം അദ്ദേഹത്തിന് എന്നെ രജിസ്റ്റർ. കണ്ണാടിയിൽ മേക്കപ്പ് ടച്ച് ചെയ്യുമ്പോഴേക്കും പുറയിൽ സുരേഷ് ഏട്ടൻ ഇരിക്കും. അത് ഞാൻ ഒന്നിങ്ങനെ നോക്കുമായിരുന്നു, അതാണ് ഞാൻ ആദ്യം എൻ്റെ മനസ്സൊന്ന്. ഇത് സത്യം പറഞ്ഞാൽ ഇതൊരു സിനിമയിലേക്ക് ഇങ്ങനെ ക്യാപ്ചർ ചെയ്യാനാണ്. ഇത് റൊമാൻസിന്റെ വളരെ നനുത്തൊരു ഭാവമാണ്. അതായത് മുഖം നോക്കുന്നതിന്റെ കൂടെ ഒന്ന് പാളി പുറകിലിരിക്കുന്ന. അല്ല, എനിക്കങ്ങനെ നോക്കണം, ആരും അറിയാതെ ഒന്ന് അദ്ദേഹത്തിനെ കാണണം എന്നുള്ള ഒരു ഇത് തോന്നിയത് അപ്പോഴാണ്. ഇങ്ങനെ നോക്കാനുള്ള ഒരു താല്പര്യത്തിൽ ഒരാൾ അവിടെ ഇങ്ങനെ വായി പിടിച്ചിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ കറക്റ്റ്. അന്ന് ഞാൻ അതിന്റെ ക്ലൈമാക്സ് ഈ ശങ്കരനെ കാണാൻ ഒരു കാരണവശാലും സുരേഷ് പോലാന്ന് എനിക്കറിയാം. അല്ല, ശങ്കുനെ കാണാൻ പോകുന്ന വ്യാജേന അത് പറയാനോ. അതെ, അതായത് അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇങ്ങനെ നീ കണ്ണാടിയുടെ പുറകിൽ അവിടെ പോയി നേരെ കൃത്യമായിട്ട് ആ കോണൊക്കെ
ഒന്നും നിൽക്കില്ല. ഞാൻ നോക്കുകയാണ് എന്നുള്ളത് അറിയാം, അറിഞ്ഞോണ്ട് പുള്ളി ഇങ്ങനെ എന്ന് പറഞ്ഞ അങ്ങനെ ഞാൻ നോക്കുന്നുണ്ടെന്നുള്ള അറിയാം. അത് മിടുക്കനാണ്. ഞാൻ നോക്കുന്നുണ്ടെന്നുള്ള പുള്ളിയെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്താലും രജിസ്റ്റർ ചെയ്തില്ല മറ്റിൽ അഭിനയിച്ചു. അതുകൊണ്ടാണ് ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞത് യഥാർത്ഥത്തിൽ സൂപ്പർ ആക്ടർ ആകേണ്ടത് മൂപ്പറായിരുന്നു. വരട്ടെ. ഓർഡർ ദമ്മ വാളറിയാം എന്ന ചിത്രത്തിലൂടെ എനിക്കൊരു മേജർ ബ്രേക്ക് നൽകിയത് സുരേഷാണ്. സുരേഷ് അങ്ങനെ ഒരുപാട് പേർക്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. അവരുടെയൊക്കെ കരിയറിൽ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള സ്നേഹം സുരേഷിന് തിരിച്ചു കിട്ടിയിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ പോലും സുരേഷിന് ഒരിക്കലും പരിഭവം മുഖത്ത് കാണാനില്ല. ഇതിനുള്ള ശക്തി എങ്ങനെയാണ് ലഭിച്ചത്? ദിവസവും രാവിലെ നടത്തുന്ന പ്രാർത്ഥനയിൽ നിന്നാണോ ഈ ശക്തി കിട്ടിയിരിക്കുന്നത്? തീർച്ചയായിട്ടും ഞാൻ ഒന്നാമതെ ഒന്നും പ്രതീക്ഷിച്ചല്ല എന്നും ചെയ്യുന്നത്. ഞാനിപ്പം ഇപ്പോൾ ആരെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും സഹായിക്കുമ്പോഴോ നമ്മൾ തിരിച്ച് ഒന്നും പ്രതീക്ഷിച്ച് ഒന്നും ചെയ്യാറില്ല. പ്രതീക്ഷിച്ച് ചെയ്ത് സമയമുണ്ടായിരുന്നു. പണ്ടൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇവരൊക്കെ നമ്മളെ നാളെ ഉണ്ടാവും എന്ന് വിചാരിച്ചു. അത് കിട്ടിയില്ല എന്നുള്ളത് എനിക്ക് ഈ ജഗദീഷ് പറഞ്ഞ 100% കറക്റ്റാണ്. കിട്ടിയിട്ടില്ല എന്ന് പറയാം. അതുകൊണ്ട് ഞാൻ അവരുടെ അടുത്തൊന്നും പരിഭവം കാണിക്കാൻ പോകാറ് മോൻ തിരിച്ച് കാണിക്കാനോ ഒന്നും പോയിട്ടില്ല. അത് ഒരു ഇത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ മുമ്പോട്ട് പോയിട്ടുള്ളത്. പിന്നെ ഞാൻ ഒരാളുടെയും അടുത്ത് നിന്നിട്ട് എൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്ന സുഹൃത്തുക്കളാണ്. പക്ഷേ ഈ സുഹൃത്തുക്കളെയൊക്കെ ഇവർ നമ്മുടെ ഈ സിനിമാ രംഗത്ത് അവർ വലുതാവുമ്പോഴും ആരുടെ അടുത്തൊന്നും പോയി ചിങ്കി അടിച്ച് നിൽക്കുന്ന പരിപാടിയൊന്നുമില്ല. പറയാനുള്ളത് ഞാൻ മുഖത്ത് നോക്കി പറയും. ആരുടെ അടുത്താണെങ്കിലും ഞാൻ പറയാം. അവരെന്ത് ഉദ്ദേശിച്ചാലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. അപ്പം എനിക്ക് പറയാനുള്ളത് ഞാൻ മുഖത്ത് നോക്കി പറയും. ശരി, ഒരു മിനിറ്റ്. എനിക്ക് വളരെ ബഹുമാനമുള്ള ഒരു സുഹൃത്താണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളരെ അദ്ദേഹത്തിന് തന്നെ വിശ്വാസമുള്ള, പഠിച്ചിട്ട് മാത്രമേ അദ്ദേഹം പറയാറുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഈ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ സുരേഷ് പറയുന്ന കാര്യങ്ങളിലൊക്കെ വളരെ വസ്തുനിഷ്ഠമായ ഒരു പഠനം ഇതിന് പിന്നിലുണ്ട്. ഒരു സിനിമ നിർമ്മാതാവെന്ന നിലയിൽ ആ ഒരു പഠനത്തിൻ്റെ രഹസ്യം എന്താണ്? ഒരുപക്ഷെ സുരേഷ് വെട്ടിത്തുറന്ന് പറയാനുള്ള കാരണം ആ സാഹചര്യത്തെക്കുറിച്ച് വ്യക്തമായി പഠിക്കുന്നുണ്ടാകും. പക്ഷേ എങ്കിൽ പോലും സുരേഷ് ഒരു മനുഷ്യനാണല്ലോ. നമുക്കെല്ലാം പലതരത്തിലുള്ള ചിന്തകളും വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കണമെന്നില്ല. ഇല്ല. നമ്മൾ പ്രതീക്ഷിച്ച ഒരാൾ നമുക്ക് വേണ്ട രീതിയിൽ നമ്മളോട് പ്രതിക്രിയ ചെയ്യുന്നില്ല എന്നറിയുമ്പോൾ ഒരു മനസ്താവം ഉണ്ടാകുന്നില്ല. ഞാൻ പരിഭവിച്ചില്ല, പരാതിപ്പെട്ടില്ല, അവരോട് പകയുണ്ടാക്കിയില്ല എന്ന് പറഞ്ഞാൽ പോലും മനസ്സിൻ്റെ ഏതെങ്കിലും കോണിൽ അത് നാച്ചുറൽ കാണുമായിരിക്കാം. പക്ഷേ ഞാൻ അതൊന്നും ഒരിക്കലും പ്രകടിപ്പിക്കാറില്ല. അത് അങ്ങനെ പോയി എക്സ്പ്രസ് ചെയ്യാറില്ല. ഞാൻ പറഞ്ഞു പറയാനുള്ള തുറന്ന് പറയാം. അങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പല പ്രാവശ്യം ഞാൻ പ്രിയനുമായിട്ട് വഴക്കിട്ടിട്ടുള്ളത് പല സമയത്തും എൻ്റെ പല സുഹൃത്തുക്കളുമായിട്ട്. ഇപ്പം ഈ പറയുന്ന MG ശ്രീകുമാറുമായിട്ട് ഞാൻ വഴക്കിട്ടിട്ടുണ്ട്, മണിയമ്പിള്ള രാജുവായിട്ട് വഴക്കിട്ടിട്ടുണ്ട്, പ്രിയനുമായിട്ട് വഴക്കിട്ടിട്ടുണ്ട്, ലാലുവായിട്ട് വഴക്കിട്ടിട്ടുണ്ട്, മമ്മൂട്ടിയായിട്ട് വഴക്കിട്ടിട്ടുണ്ട്, എല്ലാവരും സുരേഷ് ഗോപിയായിട്ട് വഴക്കിട്ടിട്ടുണ്ട്. എല്ലാവരുമായിട്ട് ആ സൗഹൃദം ഇപ്പോഴും എല്ലാവരുമായിട്ട് വഴക്കുണ്ട്, ഇണങ്ങിയും പിണങ്ങിയും തന്നെ. പക്ഷെ ശാശ്വതമായിട്ട് ഒരു സൗഹൃദത്തിന് വേണ്ടി സുരേഷ് നിലകൊള്ളുകയും ചെയ്തു. തീർച്ചയായിട്ടും. അതിപ്പോഴും ഉണ്ടല്ലോ എല്ലാവരുമായിട്ട്. പെട്ടെന്ന് വഴക്കിടും, പെട്ടെന്ന് ഇതാവും. വീട്ടിലും അങ്ങനെയല്ലേ? അത് ശരിയാ, പിടിച്ചാൽ കിട്ടില്ല. പക്ഷെ അങ്ങനെയല്ല, സുരേഷ് വഴക്കിട്ട് കഴിഞ്ഞാൽ കുറേ നേരം മിണ്ടാണ്ടിരിക്കുമല്ലോ. സുരേഷ് ചേട്ടനാണ് ആദ്യം സംസാരിക്കും, ഞാനാണ് കുറച്ചും കൂടെ. 24 മണിക്കൂർ മിണ്ടില്ല അല്ലേ? ഞാൻ കുറച്ചും കൂടെ മിണ്ടാതെ ഇരിക്കും. അങ്ങനെയൊക്കെ നോക്കും, ഭയങ്കര ഇതായിരിക്കും. പുള്ളി തല ചീപ്പൊക്കെ ചീകി അതെടുത്ത് എന്ന് പറയും. പിന്നെ കഴിഞ്ഞപ്പോ ചിരിക്കും. ഇല്ല, ആ ചിരിയാണ്. അതാന്ന് വെച്ചാല് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഈ ചോദ്യത്തിന് നേരത്തെ ചോദിച്ച അതിന് ഞാൻ പറയണം, ദാനപ്രഭുവിനും ധർമ്മപ്രഭുവിനും എന്നുള്ള വ്യത്യാസമാണ്. സുരേഷ് ചേട്ടൻ ധർമ്മപ്രഭുവാണ്, ദാനപ്രഭു അല്ല. ദാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾക്ക് ഒരു കാര്യം ചെയ്തിട്ട് അത് എക്സ്പെക്ട് ചെയ്യുന്നു, അതിന് പകരം നമുക്ക് അവരിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത്. അതില്ല. ധർമ്മം എന്ന് പറയുന്നത് ചെയ്യുക. യു ഡു യുവർ ഡ്യൂട്ടി. കൃഷ്ണനെയല്ലേ തൊഴുന്നത് എന്നും. ഇപ്പം ചെയ്യേണ്ടത് ചെയ്താൽ മതി, കിട്ടേണ്ടത് തന്നെ കിട്ടിക്കോളും. അതാണ്. അല്ല, കൃഷ്ണനെ സുരേഷ് തൊഴുതു എന്നുള്ള കാര്യം എനിക്കറിയാം. ശരി, അപ്പൊ കൃഷ്ണനെ തൊഴണമെങ്കിൽ അദ്ദേഹത്തിന് എല്ലാ ക്യാരക്ടറും വേണ്ടേ? ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ, എന്തിനാ മേനകയിലേക്ക് കയറി പിടിക്കണേന്? ഇത് വീണ്ടും വീണ്ടും സുരേഷിന്റെ മുറിവിലേക്ക് വീണ്ടും പുറകെ തേച്ച് കൊടുക്കുക. കേട്ടൊക്കെ എന്നെ പ്രോത്സാഹിപ്പിക്കുക പറയാൻ വേണ്ടി. മേനക തമിഴ് സിനിമയിലെ എന്തിനെ രജനീകാന്തിന്റെ ഒപ്പം പോലും അല്ലേ
ഇന്നത്തെ കാലത്തൊക്കെ രജനീകാന്തിൻ്റെ നായികയായിട്ടൊക്കെ അഭിനയിക്കാൻ പറ്റിയെന്ന് പറയുന്നത് തന്നെ ഒരുപക്ഷെ ജീവിതത്തിൻ്റെ സക്സസ്സിലേക്കുള്ള ഒരു പാസ്പോർട്ടോ വിസയാണ്. അങ്ങനെ ഒരുപാട് മുഹൂർത്തങ്ങൾ. അന്ന് രജനീകാന്ത് ഐ ലവ് യു കാണിച്ച ആളെയാണ് സുരേഷ് തട്ടിയെടുത്തോണ്ട് പോയത്. ചെറിയ കാര്യമല്ല അത് കേട്ടോ മേനക. തമിഴ് സിനിമയിൽ നിന്ന് മലയാള സിനിമയിലേക്ക് വന്നു. മലയാള സിനിമയിൽ ഓപ്പോൾ എന്നുള്ള സിനിമ കൊണ്ട് നമ്മൾ നേരത്തെ കണ്ടു. അതിനുശേഷം സുരേഷിൻ്റെ കൂടെ കൂടി പൂച്ചയ്ക്ക് മൂക്കുത്തി. അവിടെ വെച്ചിട്ട് പ്രണയം കലശലായി. മേനകയ്ക്ക് കണ്ണാടിയിലൂടെ നോക്കേണ്ട ആ ഒരു തലം മാറി നേരെ നോക്കാൻ പറ്റി. എന്നിട്ടും അത് വേണ്ട രീതിയിൽ അങ്ങോട്ട് ഡെവലപ്പ് ചെയ്തില്ല അല്ലേ ആ സമയത്ത് ലൊക്കേഷനിൽ? ചെയ്തില്ല. ചെയ്തില്ല. ചെയ്തോ? എന്നിട്ട് 1-2 ഷെഡ്യൂളാണ് എടുത്തത്. 4 ഷെഡ്യൂൾ മനഃപൂർവ്വം വെച്ച് വിളിപ്പിച്ചതല്ലേ. പകുതി പടങ്ങൾ എല്ലാം ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. എത്ര പടങ്ങൾ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. എൻ്റെ അമ്മ പറയുമായിരുന്നു, ഇതെന്ത് നിന്നെ കാണാനായിട്ട് ഇങ്ങനെ വിളിച്ചോണ്ട് പറഞ്ഞു. ഇത്രയുള്ള പടത്തിന് എന്തിനാ ഇത്രയും ഷെഡ്യൂൾ? 4 ഷെഡ്യൂൾ വെച്ച് അമ്മയ്ക്ക് കൃത്യമായിട്ട് രോഗം മനസ്സിലായി. സുരേഷേട്ടന് മനസ്സിലായതിനു മുമ്പ് ആദ്യം അമ്മയടുത്താണ് പറഞ്ഞത്. ഞാൻ എൻ്റെ അമ്മയടുത്ത് പറഞ്ഞു. സുരേഷ് ചേട്ടനോട് ഐ ലവ് യു എന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് ഇദ്ദേഹത്തിന് ഇഷ്ടമാണ്, ഞാൻ ഇനി എത്ര വർഷം അഭിനയിക്കണം, അമ്മയുടെ പ്ലാൻ എന്താണ്, ഞാൻ എന്നാ കല്യാണം കഴിച്ചോട്ടെ ഇദ്ദേഹത്തിന്. സുരേഷ് അങ്ങോട്ട് പറഞ്ഞിരുന്നില്ല. ഇല്ല, പറയുന്നതിന് മുമ്പ് എന്റെ മനസ്സിലുണ്ട് ഈ മൂപ്പർ ഇതിനു വേണ്ടി നടക്കുന്ന കാര്യം അറിയാം. അപ്പൊ എന്റെ അമ്മ ഒരു വാക്ക് ചിലപ്പോ അത് അറിഞ്ഞിട്ടായിരിക്കും പറഞ്ഞത്. അമ്മ പറഞ്ഞത് നീയായിട്ട് കയറി പോയി പറയരുത്, അവിടുന്ന് ഇങ്ങോട്ട് വരുവാണെങ്കിൽ യെസ് പറഞ്ഞോളൂ, അതിനൊരു ഇതും ഇല്ല എന്ന് പറഞ്ഞു. അവിടുന്ന് എപ്പോ വരുന്ന വിചാരിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോ ഇതാണ് അമ്മമാരുടെ ബുദ്ധി. എന്താ കാരണത്താൽ ഡിമാൻഡ് വിടാൻ പാടില്ല, അതല്ലേ ഉദ്ദേശിച്ചത്. അവിടുന്ന് എന്റെ ആഗ്രഹവും സാധിക്കാം, പക്ഷെ ആ ഒരു നമ്മൾ പോയി ചെന്ന് പോയി നാണം കിടരുത്. രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യം കൽപ്പിച്ചതും പാല്. പക്ഷെ ഈ അമൃത ഹോട്ടൽ അല്ലേ, ഈ സുരേഷ് ഈ അമൃത ഹോട്ടൽ എന്ന് പറയുമ്പോൾ സുരേഷിന് ഭയങ്കര രോമാഞ്ചം. ചരിത്രം ഈ സ്ഥലത്തൊക്കെ പിള്ളേരെ കൊണ്ട് കാണിക്കാറ് ഇതാണ് അമൃത ഹോട്ടൽ. ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ എല്ലാം പറയാറുള്ളത് ഇവിടെ വെച്ചിട്ടാണ് ഞാൻ തിരിഞ്ഞു നിന്നത്. അമൃത ഹോട്ടലിലെ ലിഫ്റ്റിൽ വെച്ചിട്ടാണ് പറഞ്ഞത്. എന്നാണ് നീ എന്റെ അമ്മയടുത്ത് പാചകം പഠിക്കാൻ വരുന്നു? ഒരു ചോദ്യം കൗണ്ടർ. എന്റെ സുരേഷ് ശരിക്കും പറയാം, സുരേഷ് നല്ല തിരക്കഥാകൃത്താണ്. ഇത്ര കൃത്യമായിട്ടുള്ള ചോദ്യവും കൗണ്ടറും പെർഫെക്റ്റ്. അത് ഈ അമ്മൂമ്മമാരൊക്കെ നമ്മുടെ ബോഡി ഇത് കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും. ഇപ്പം ഞാൻ എന്നും അമ്മയുടെ വീട്ടിൽ സുരേഷ് ചേട്ടൻ എന്നെ കൊണ്ടുപോകും. ശരിക്കും പറഞ്ഞാൽ ഒരു ബൈക്കിലാണ് കൊണ്ടുപോകണം. അതിൻ്റെ ഒരു സുഖം പറഞ്ഞറിയിക്കാൻ വയ്യ. അങ്ങനെ ബൈക്കിലാണ് പോണത്. ബൈക്കിലെന്ന് വെച്ചാൽ അന്ന് ഭയങ്കര ഒരു പീക്ക് അവറിലിരിക്കുമ്പോൾ നമ്മൾ ഈ മേക്കപ്പ് ഇട്ടിട്ട് ബൈക്കിൽ പോകാമെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ബൈക്കിൽ പോവും, എന്നിട്ട് അവിടെ പോയി ആഹാരം കഴിക്കും. എന്നിങ്ങനെ വരുമ്പോഴേക്കും സുരേഷ് ചേട്ടൻ്റെ അമ്മുമ്മ ആ കൊളുത്ത് ഇടുമ്പോഴേക്കും മോൾ എന്നാ നമ്മുടെ വീട്ടിൽ മരുമകളായിട്ട് വരുന്നു എന്ന് ചോദിച്ചു. അവിടെ ടോപ്പിക്ക് വന്നിട്ടുണ്ടോന്ന് പോലും എനിക്കറിയില്ല, പക്ഷെ അമ്മുമ്മയ്ക്ക് മനസ്സിലായി. അമ്മുമ്മ ആ ഒരു അച്ഛൻ പറഞ്ഞു എൻ്റെ അമ്മയുടെ ആണ്, അവർക്കൊക്കെ മനസ്സിലായി. ഇവിടെ വിളിച്ചോണ്ട് ഇവിടെ കയറി വരുന്നു പറഞ്ഞു കറക്റ്റായിട്ട്. അച്ഛൻ എത്ര കൃത്യമായിട്ട് മകനെ അറിയാം. കല്യാണം കഴിഞ്ഞപ്പോൾ മേനകയുടെ അമ്മ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുത്തല്ലോ, അത് കീറി കളഞ്ഞോ? അത് അമ്മ ഇങ്ങനെ, പക്ഷെ അത് കുറെ കാലം വെച്ചോണ്ടിരുന്നു. അതെ, സുരേഷിന്റെ തനി സ്വരൂപം എങ്ങനെയാന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിട്ട്. അല്ല, അമ്മ അതും പറഞ്ഞു. അത് കഴിഞ്ഞാൽ പറഞ്ഞു ഈ ടിക്കറ്റ് നീ ഉപയോഗിക്കാതിരുന്നെങ്കിൽ ഐ വിൽ ബി വെരി ഹാപ്പി എന്ന് പറഞ്ഞു. അതും പറഞ്ഞു അമ്മ. എന്നുവെച്ചാ അല്ല, ഏതമ്മയെ അങ്ങനെ പറയുള്ളൂ. എന്ന് വെച്ചാൽ മകള് ഒരാളുടെ കുടുംബിനിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ മുന്നോട്ട് പോകണമെന്നായിരിക്കും അമ്മ. പക്ഷേ ആശങ്കകൾ അമ്മയ്ക്കുണ്ടായിരുന്നു, അതായിരിക്കും. പക്ഷെ അതിനിടയ്ക്ക് ഈ സിനിമാ ലോകത്തൊക്കെ ഉള്ള ഈ ഗോസിപ്പുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരുപക്ഷെ ഈ ശങ്കറിനെയൊക്കെ ജോഡിയായിട്ട് അഭിനയിക്കുന്നുണ്ട്. ശങ്കർ തന്നെ മേനയെ കെട്ടണമെന്നായിരുന്നു പ്രേക്ഷകർ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. ശങ്കരേട്ടൻ തന്നെ എന്നെ കെട്ടണം എന്നുള്ള എനിക്ക് എൻ്റെ ഫാൻസിന്റെ കയ്യിൽ നിന്ന് വന്ന എഴുത്തുക്കളെ ശങ്കരേട്ടനും സുരേഷ് ഏട്ടനും കൂടെ ഇരുന്നാണ് വായിക്കുന്നത് എൻ്റെ വീട്ടിൽ. അതെ, ഈ മൂപ്പർ മറ്റേ ശങ്കുനെ കാണാൻ എന്ന വ്യാജേന വരുന്നു, പിന്നീട് പ്രണയമാണെന്നുള്ള കാര്യം ശങ്കറിനോടാണ് ആദ്യം കൺഫ്യൂസ് ചെയ്തത്. അല്ല, അവനറിയായിരുന്നു, ശങ്കുവിനറിയാം. ലക്ഷണം കണ്ട അപ്പം ബോധ്യമായല്ലോ. ലക്ഷണം കണ്ടപ്പോൾ മനസ്സിലായല്ലോ. അല്ല, ഞാനും ശംഖുവായിട്ട് അങ്ങനെ ഒരു നല്ലൊരു ബന്ധമുണ്ട്. എൻ്റെ സിനിമയിൽ ഏറ്റവും നല്ല സുഹൃത്തുക്കളുടെ ഒരാളാണ് ശംഖു. അപ്പം ശംഖുവിനത് കൃത്യമായിട്ട് അറിയായിരുന്നു. പ്രേക്ഷകർ വേണമെങ്കിൽ മനസ്സിൽ ചോദിക്കുന്നുണ്ടാവും, എന്ത് പ്രാന്താണിത് ബ്രിട്ടാസിന്. ഇവരുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു സിനിമ മിഥുനം ഇട്ട് ആ മിഥുനത്തിലൊരു രംഗമാണ്. എന്താ മാനേജ് ഇരിക്കാൻ കാരണം എന്താ? എന്തോ എനിക്ക് സംശയമുണ്ട്, നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോൾ റൂമിന് എന്തോ കയ്യബദ്ധം പറ്റിയിട്ട് വന്ന് കയറിയതാണോ? ആണോ? ജോൺ ബ്രിട്ടാസിന്റെ അവിടെ എന്തെങ്കിലും കയ്യബദ്ധം ഉണ്ടാവുമോ? പിന്നെ ചിരിച്ചെന്തിനാന്ന് പറ.
വരാൻ പോകുന്ന ചോദ്യത്തിന് ഞാൻ ചോദിച്ചില്ല, ചിരിയിൽ ഉത്തരം ഉണ്ടല്ലോ. ഇത് സുരേഷ് കുമാർ കല്യാണം കഴിച്ച് മേനയും കൊണ്ട് ഹണിമൂണിന് പോയ ആ ഒരു ജീവിത യാഥാർത്ഥ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ശ്രീനിവാസൻ എഴുതി വെച്ചതാണ്. പ്രിയന്റെ പടം അത്. പ്രിയന്റെ പടത്തിൽ പ്രിയൻ ഇത് സൂചിപ്പിക്കുകയും എന്നാൽ ഈ സിനിമയിലേക്ക് ഇത് കൊണ്ടുവന്നേക്കാവുന്ന പ്രിയേട്ടന്റെ മുമ്പിലാണ് ഇതെല്ലാം സുരേഷേട്ടൻ പോയി പറഞ്ഞത്, ഞങ്ങളൊക്കെ പറഞ്ഞു. അത് ഉടനെ അത് സിനിമയിലാക്കി ശ്രീനേട്ടൻ അങ്ങനെ കന്യാകുമാരി പോയ കാര്യമാണത്. അങ്ങനെ ഹണിമൂൺ മഹാഗേമമായി മാറി. പോയിട്ട് റൂം കിട്ടണ്ടേ? ഡോമിറ്ററി റൂം ഉണ്ടോന്ന് ചോദിച്ചാൽ അതൊക്കെ എനിക്കറിയാം, നീ ഒന്നും അല്ല ഇടപെടേണ്ട കാര്യമില്ലെന്ന്. ഞാൻ അവസാനം മേളിച്ചത് സ്വാമിസ് ലാഡ്ജിൽ, സ്വാമി അയ്യപ്പാസ് ഏതോ ഒരു ഡോർമെട്രി പോയി കിടന്നു. അപ്പൊ എല്ലാരും ഒരുമിച്ച്. സുരേഷ് അങ്ങനെ ആധികാരികമായിട്ടേ പറയുള്ളൂ, നീ ഒന്നും നോക്കേണ്ട കാര്യം എനിക്കെല്ലാം അറിയാം. അവസാനം സംഭവിച്ചത് ഡോർമെട്രി. പക്ഷെ ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് മലയാള സിനിമയ്ക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഒരു എന്താ പറയുക ഒരു സീൻ കിട്ടി. അതല്ല ഈ മിഥുനത്തിൽ ഈ സീൻ ഉണ്ടാകുമായിരുന്നു.